ഇന്ന് വന്നിരിക്കുന്ന എലിശല്യം രൂക്ഷമായിട്ട് എന്തൊക്കെ ചെയ്തിട്ടും അത് പോകുന്നില്ലെങ്കിൽ അതിനെ തുരത്തി ഓടിക്കാനുള്ള ഒരു കിടിലൻ ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുവരെ ആരും പറഞ്ഞു തരാത്ത ഒരു കിടിലൻ ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ അതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഓൾ എന്ന ബെല്ലൈക്കണിട്ട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ ഞാൻ പിന്നീട്ടിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടുകയും വാച്ച് ചെയ്യാനും പറ്റുകയുള്ളൂ. ആദ്യത്തെ ടിപ്പ്, ഒരു പാത്രത്തിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇടുന്നു. അതുപോലെ 1 ടീസ്പൂണ് ചില്ലി പൗഡറും ഇടുന്നുണ്ട്. പിന്നീട് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പൊടിച്ച ശർക്കര ഇട്ട് കൊടുക്കുന്നു. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് എന്ത് ഓയിൽ വേണമെങ്കിലും ഒഴിക്കാം. നെയ്യായിരിക്കും കുറച്ചുകൂടെ ബെസ്റ്റ്. നെയ്യുടെയൊക്കെ മണം ഈ എലികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനെ ആകർഷിക്കാനായിട്ട് നെയ്യ് ചേർക്കുന്നതായിരിക്കും ഒന്നുകൂടെ ബെസ്റ്റ്. ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്ലൗസ് വേണമെങ്കിൽ ഗ്ലൗസ് ഉപയോഗിക്കാവുന്നതാണ്. ഗ്ലൗസ് ഇല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ കയ്യിലിട്ടിട്ട് ആണെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നീട് അതിലേക്ക് ഹാർപ്പിക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ പാത്രത്തിൽ നിന്ന് മാറ്റി ഒരു പ്ലാസ്റ്റിക്, ഒന്നിനും ഉപയോഗിക്കാത്ത ഒരു പ്ലാസ്റ്റിക് ഡപ്പ എടുത്തു. അതിലേക്ക് പിന്നെ നമ്മൾ മിക്സ് ചെയ്തത് എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് മുറിച്ച് കളയുന്നു. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ചുവട് ഭാഗവും പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് വെട്ടുന്നില്ല, ഒന്ന് ലെവലാക്കി എടുക്കുന്നതേ ഉള്ളൂ. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ സവാളയിലേക്ക് ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴും നമ്മൾ ഉണ്ടാക്കിയ കൂട്ടാണ് സവാളയുടെ ഉള്ളിലും ആക്കി, എന്നിട്ട് സവാള കവർ ചെയ്തും ആക്കിയിട്ട് നമുക്ക് എലി വരുന്ന ഭാഗങ്ങൾ എവിടെയാണോ അവിടെ കൊണ്ടുവെക്കാവുന്നതാണ്. അപ്പോൾ നമുക്കറിയാം ഇത് വന്ന് പോകുന്ന സ്ഥലങ്ങളൊക്കെ ഒരു പാടുണ്ടാവും. ഇത് വന്ന് പോകുന്നതിൻ്റെ ഒരു പാട്, അതിൻ്റെ മൂത്രങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം കാഷ്ടവും എലി കാഷ്ടവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ സ്ഥലത്ത് നമുക്ക് അറിയാം അവിടെ കൊണ്ടുവെക്കണം. എന്നിട്ട് ഇത് കഴിച്ചിട്ട് പോവും. അപ്പോൾ ഇത് എലിയെ സവാള വന്ന് തന്നെ സവാള വെച്ചേക്കുവാണെങ്കിൽ ഇത് വന്ന് കഴിക്കത്തില്ല. ഇതിൻ്റെ സ്മെല്ല് അടിക്കുമ്പോൾ തന്നെ ഇതിന് മനസ്സിലാവും. അപ്പോൾ ഇത് വന്ന് കഴിപ്പിക്കാൻ നമ്മൾ ഇതിനകത്താണെങ്കിലും ശർക്കര ചേർത്തിട്ടുണ്ട്, നെയ്യ് ചേർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഓയിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്മെല്ല് കാരണം ഇത് വന്ന് അടുത്ത് ഇത് വന്ന് കഴിച്ചിട്ട് പോവും. അപ്പോൾ നമ്മുടെ പരിസരങ്ങളൊന്നും വെള്ളമൊന്നും വെച്ചേക്കല്ല. അപ്പോൾ ആ പരവേശം കാരണം അതങ്ങ് നമ്മുടെ പരിസരത്തുനിന്ന് തന്നെ അങ്ങ് ഓടിപ്പോകും. അപ്പോൾ ഉപയോഗിക്കാത്തൊരു പഴയ ബ്രഷ് എടുത്തിട്ടുണ്ട്, ടൂത്ത് ബ്രഷ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലും ഇതുപോലെ പരട്ടി കൊടുക്കുന്നുണ്ട്. ഒരറ്റം ഞാൻ ചെറുതായിട്ട് ലീവ് ചെയ്തിട്ടുണ്ട്, അവിടെ പരട്ടി കൊടുക്കുന്നില്ല. എലിക്ക് പ്ലാസ്റ്റിക് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് വന്ന് കറണ്ട് ഇതുകൂടെ നമ്മുടെ ഉദ്ദേശം ഇതിനെ ഇവിടുന്ന് തുരുത്തി ഓടിക്കുക. അപ്പോൾ അത് കഴിക്കുന്ന കൂട്ടത്തിൽ അതിനെ പരവേശം പിടിച്ചിട്ട് നമ്മുടെ പരിസരത്ത് നിന്ന് തന്നെ ഇതിനെ ഓടിച്ച് കളയാനുള്ള മാർഗ്ഗമാണ് ഇതൊക്കെ. എന്നിട്ട് നമുക്ക് എലി വരുന്ന സ്ഥലത്ത് നമുക്കറിയാം എവിടെയാണോ അവിടെ കൊണ്ടുവെക്കാവുന്നതാണ്. ഇതൊക്കെ വെക്കുമ്പം എലിയെ ഓടിക്കാനായിട്ട് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ രാത്രി വേണം ഇത് ഉണ്ടാക്കി വെക്കാനായിട്ട്. രാത്രി നമ്മുടെ അനക്കമൊക്കെ ഒന്നും ഇല്ലാത്ത സമയത്തായിരിക്കും എലികൾ വരുന്നത്. അതുമല്ല, കുട്ടികളുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, കുട്ടികളെടുക്കാതെ ശ്രദ്ധിക്കണം. അപ്പോൾ അത് കാരണം നമ്മൾ രാത്രി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ രാവിലെ അത് നോക്കണം, എലി എടുത്തുകൊണ്ട് പോയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ എലി എടുത്തിട്ടില്ലെങ്കിൽ അവിടുന്ന് മാറ്റണം. കാരണം കുട്ടികളുള്ള നമ്മൾ എവിടെയാണോ വെക്കുന്നത് അതനുസരിച്ചിരിക്കും എടുത്ത് മാറ്റേണ്ടതൊക്കെ. പെരയ്ക്കകത്താണെങ്കിൽ കുട്ടികൾ അത് എടുക്കും, അതുകൊണ്ട് മാറ്റണം. രാത്രിയിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂണ് പൊടിച്ച ശർക്കര എടുത്തിട്ടുണ്ട്, ബൗളിലോട്ട് എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഒരു സവാള നേരത്തെ കാണിച്ച പോലെ തന്നെ കുഴിയൊക്കെ ഹോളൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ സാധനം തുറണ്ടെടുത്ത സാധനം ശർക്കരയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ സവാള തുറന്ന് മാറ്റുന്ന ആ ഭാഗങ്ങൾ, സവാളയുടെ ഭാഗങ്ങൾ നമ്മൾ ആ മിക്സ് ചെയ്യുന്ന കൂട്ടത്തിനകത്ത് തന്നെ ഇത് ഇട്ട് കൊടുക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 1 സ്പൂണ് ബേക്കിംഗ് സോഡയും ചില്ലി പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന അപ്പോൾ സവാള എന്ന് പറഞ്ഞാൽ അത് പച്ചയായിട്ടുള്ള റോ ആയിട്ടുള്ള തന്നെ സവാള ആയിരിക്കണം. റോ ആയിട്ടുള്ള സവാള ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പെട്ടെന്ന് ഇത് എലി അനീമിക്കായിട്ട് 12 അവേഴ്സിനുള്ളിൽ തന്നെ ഇത് ചത്തു പോകുന്നതാണ് സ്റ്റഡീസിലൊക്കെ പറയുന്നത്. അങ്ങനെ അത് മിക്സ് ചെയ്തെടുത്തിട്ട് ആ സവാളയുടെ കുഴിക്കുള്ളിലോട്ട് നന്നായിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ടോപ്പിൽ കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. നട്ട്സൊക്കെ ഈ എലിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നട്ട്സ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് പൊടിച്ചിട്ട് അതിൻ്റെ ടോപ്പിൽ ഇങ്ങനെ വെക്കുന്നുണ്ട്. അതുപോലെ എലിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒന്നാണ് വെളുത്തുള്ളി. വെളുത്തുള്ളിയുടെ ആ സ്മെല്ല് ഒട്ടും ഇഷ്ടമില്ല. അപ്പോൾ എലി വരുന്ന സ്ഥലങ്ങൾ എവിടെയാണെന്ന് നമുക്കറിയാം. ആ സ്ഥലത്ത് ഇതുപോലെ വെളുത്തുള്ളി കൊണ്ട് ഒന്ന് ചതച്ചിടുകയോ അല്ലെങ്കിൽ അതങ്ങനെ തന്നെ കൊണ്ടുവച്ചാൽ ആ സ്മെല്ല് അടിച്ചിട്ട് അത് അങ്ങോട്ട് ആ പരിസരത്തോട്ട് പോലും എലി വരത്തില്ല. കാരണം എലിക്ക് ഇതിൻ്റെ സ്മെല്ല്, ഒനിയൻ്റെ സവാളയുടെ ആ സ്മെല്ലും വെളുത്തുള്ളിയുടെ സ്മെല്ലും ഒട്ടും ഇഷ്ടമില്ലാത്ത ഒന്നാണ്. എലി പിന്നെ ആ പരിസരങ്ങളിലോട്ട് വരത്തില്ല. അപ്പം അങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഒത്തിരി ശല്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലൊക്കെയുള്ള കൊച്ചു കൊച്ചു ടിപ്പ് വഴി നമുക്ക് എലിയെ തുരുത്തി ഓടിക്കാൻ പറ്റുന്നതാണ്. ഇന്നത്തെ ടിപ്സ് എല്ലാം യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഫാമിലിക്ക് ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കണിലൂടെ തന്നെ എനേബിൾ ചെയ്ത് വെക്കാൻ മറന്നു പോകരുത്. ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.